എനിക്കൊന്നും ഈ കാഴ്ചകളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോഴേ അത് വല്ലാത്തൊരു അല്ലേ. ഇവിടുത്തെ ആളുകളോട് സംസാരിക്കുമ്പോൾ ഈ കാഴ്ചകളെക്കാൾ ദുരന്തം പേറുന്ന മനസ്സുമായിട്ട് അവിടെ ക്യാമ്പുകളിൽ ആളുകൾ താമസിക്കുന്നു. അവരുടെ ഓർമ്മകളിലുള്ള എനിക്ക് തോന്നുന്നു അവരാരും കൂടി തിരിച്ചു വന്ന് നോക്കിയിട്ടില്ല ഇത് എങ്ങനെയാണെന്നുള്ളത്. അവർക്ക് ടി വിയിൽ കാണുന്ന സാധനമുള്ളൂ. അവിടെ പല ആളുകളും ഈ വീട് ഇനി തിരിച്ചു വന്ന് നോക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർ പോലുണ്ട്. ഇനി അവർക്ക് കാണാൻ പറ്റില്ല. വീണ്ടും തിരിച്ചു എനിക്ക് ഈ കുട്ടികൾ തന്നെ ഇപ്പോൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഹൃദയം തന്നെ നല്ല മാഷ് ഉണ്ണികൃഷ്ണൻ മാഷ് നമ്മൾ വിളിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ മാഷ് ഇവിടെ വന്നിട്ട് ആകെ തകർന്നിട്ടാണ് പോയത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമൊക്കെ വളരെ എന്താ പറയുക, ഒരു ഉള്ളിൽ നിന്നൊരു അധ്യാപകൻ ഈ സ്കൂൾ കാണുമ്പോൾ ഉണ്ടാവുന്ന എങ്ങനെയാണോ പഠിപ്പിച്ച നമുക്ക് തന്നെ കണ്ടിട്ട് സഹിക്കുന്നില്ല. എനിക്കൊന്നും ഇതിന് തൊട്ട് താഴെ വലിയൊരു ഗ്രൗണ്ട് ആയിരുന്നല്ലോ. ഈ ഉണ്ണികൃഷ്ണൻ മാഷ വാക്ക് ശരിക്കും നമ്മളെ ഉള്ളുലയ്ക്കുന്ന വാക്കാണ്. അവർ അഹങ്കരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ കുട്ടികൾക്ക് ഇതുപോലെ മനോഹരമായൊരു തീരത്തിരുന്ന് ഒരു പുഴയോരത്തിരുന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രകൃതിയോട് ചേർന്നിരുന്ന് പഠിച്ചവരാണ്, പ്രകൃതിയോട് ഇണങ്ങി പഠിച്ചവരാണ്. ആ പ്രകൃതി തന്നെ ഞങ്ങളെ നശിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു വിതുമ്പലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. നമുക്ക് ശരിയാ. കാര്യം ഇവിടെ നിന്ന് ആ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്ന കുട്ടികൾക്ക് കാണുന്ന കാഴ്ചകൾ നോക്കും. ഒരു ഭാഗത്ത് തേയിലത്തോട്ടം, അത് നല്ല കോട. അവർ ക്ലാസ്സിലിരുന്നല്ല പഠിക്കാറുള്ളത്. ഞങ്ങൾ ഈ പുഴയുടെ തീരത്തിരുന്നാണ് പഠിക്കാറുണ്ടായിരുന്നത്. അവിടെ കുട്ടികൾ പാട്ട് പാടുമായിരുന്നു, അവിടെ കുട്ടികളിരുന്ന് പഠിക്കുമായിരുന്നു. മാത്രമല്ല മാഷ് രാവിലെ 7:30 വരും, വൈകിട്ട് 7 മണിക്ക് തിരിച്ചു പോകുക. അതൊരു സ്കൂള് മാത്രമല്ല വീട് പോലെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും അതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞിരുന്നു. ഭവ്യലാൽ എന്ന് പറയുന്ന ഇവിടുത്തെ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു സ്കൂളായിരുന്നില്ല, കുട്ടികൾക്ക് പലർക്കും ഇത് വീടായിരുന്നു. ആ ടീച്ചറൊക്കെ ഇതിന് തൊട്ടപ്പുറത്തുള്ള ഒരു ബിൽഡിങ്ങിൽ 10 വർഷത്തോളം അവിടെ താമസിച്ചിരുന്നതാണ്. അപ്പോൾ സ്കൂളുമായി അത്രയും ഇടപഴകി ജീവിച്ചിരുന്ന ഇവിടുത്തെ അധ്യാപകരും കുട്ടികളും ഒക്കെ. നമുക്ക് ഇനി അങ്ങോട്ട് പോകാൻ തോന്നി. ഈ ഭാഗത്ത് നാട്ടുകാരൊക്കെയാണ്. നിങ്ങളൊക്കെ പഠിച്ചത് ഈ സ്കൂളിലാണോ? ഭക്ഷണം കൊടുത്ത് കമ്മ്യൂണിറ്റി കിച്ചൺ കമ്മ്യൂണിറ്റി കിച്ചൺ ആണല്ലേ. ഓക്കെ, എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണോ? ഇപ്പൊ നിങ്ങൾ ഇന്നത്തെ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ്? രാവിലത്തെ പിന്നെ നേന്ത്രപ്പഴവും ഉപ്പാവും, ഉച്ചക്ക് സാമ്പാറും ചോറും പിന്നെ കൂട്ടുകറിയും ഒക്കെ ഉണ്ട്. ഭക്ഷണം വിതരണം ഒരു വിവാദമായിരിക്കുകയാണ്. എന്താ സംഭവിച്ചത് അറിയില്ല, അതൊന്നും അറിയില്ല സാറേ. ഇപ്പൊ സാർ 5 ദിവസമായിട്ട് ഇവരിപ്പോ എത്തിയ ആൾക്കാരാണ്. 5 ദിവസമായിട്ട് ഇവിടെ ഈ മക്കാമുണ്ട്, കള്ളാടി മക്കാമ്, അവിടെ ഒരു ടീമും അതുപോലെ റിപ്പണുള്ള ഒരു ടീമുമാണ് ഇവിടെ ഈ 5 ദിവസമായിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടുള്ളത്. അവർ ഭക്ഷണം ഇപ്പോൾ ഗവൺമെന്റ് പറയണത് അത് വേണ്ട, ഞങ്ങൾക്ക് ആ ഭക്ഷണം ഇവിടെ എത്തിക്കരുത്, അത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പേരിൽ കേസ് എടുക്കുന്ന പറഞ്ഞാൽ ആ സാധുക്കൾ ഇവിടുന്ന് പോവുകയാണ് സാറേ. അല്ല, അവരെന്താ പോകാൻ കാരണം? അവരിവിടുത്തെ നമ്മളെ എനിക്ക് അവരുടെ സുരക്ഷാ പ്രശ്നങ്ങളാണോ എന്തെങ്കിലും? അതായത് ഈ ഇവർ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഫുഡ് പോയ്സൺ ഉണ്ടെന്നാണ് പറയണത്. ഫുഡ് പോയ്സൺ ഉള്ളതായിട്ട് അറിയാമോ? ഇല്ല, ഫുഡ് പോയ്സൺ ഒരു അതായത് സർക്കാർ ഉത്തരവാദിത്തത്തിലാണല്ലോ ഇവിടുത്തെ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഭക്ഷണം പലരും കൊടുത്തു കഴിഞ്ഞാൽ അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്തം സർക്കാരിനായിരിക്കും എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം. ഞങ്ങൾ പറയണ എന്താണോ, ഒരു ഹെൽത്തിന്റെ ആൾക്കാർ അവിടെ പോയി നിന്നോട്ടെ, ഞങ്ങൾക്ക് യാതൊരു ലൈവാണ് സാർ, മൊത്തത്തിൽ ലൈവായിട്ട് ഉണ്ടാകുന്നത്. അത് കറി വേറെയും ചോറ് വേറെ ആയിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഈ ഇവിടെ നിന്ന് കൊണ്ടുവരുന്ന ചോറും പൊതി എല്ലാം കൂടി എന്താ പറയുക മിക്സ് ആയിട്ട് ഒരുപാട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇവരെ ഭക്ഷണം വന്നത് എന്താ കിടക്കണമെന്ന്. അതുപോലെ അവിടുന്ന് കൊണ്ടുവരുന്ന കണ്ടെയ്നറിൽ ഇതാ പാക്കറ്റ് ആക്കിയിട്ടാ. ആ പാക്കറ്റ് നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും അവരിപ്പോ ഒന്ന് തിരിച്ചു പോകും. അവർ പറഞ്ഞു ഞങ്ങൾക്കൊണ്ട് അവരുടെ പേരിൽ കേസ് എടുക്കുന്ന പറയണത്. എന്ത് ചെയ്യും അവര്? ആദ്യ ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുതയാണ്. അതായത് നമ്മുടെ പുഞ്ചിരി മട്ടത്തൊക്കെ ഒരു ബിസ്ക്കറ്റ് പോലും എത്താത്ത സമയത്താണ് ഇവർ ചോറും ഇതും കൊണ്ടുവരുന്നത്. മാത്രമല്ല ആ വഴിയിൽ ഉഗ്രം സേവനം ആർക്കും ഒരു ബുദ്ധിമുട്ടും തടസ്സമില്ല. അതുവഴി വരുന്ന പോലീസുകാരും ഗവൺമെൻറ് ഓഫീഷ്യൽസും നമ്മൾ മാധ്യമപ്രവർത്തകരും ചാരിറ്റി ഇവിടെ പണിക്ക് വരുന്നവരും രാവിലെ വരുന്ന സമയത്ത് അവർക്ക് കഴിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലേക്ക് ഓടിക്കൊണ്ട് പാർസൽ കൊടുക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ കഴിക്കുകയാണ്. ഏതാണ്ട് അവരുടെ കണക്കുപ്രകാരം രാവിലെ മുതൽ രാത്രി വരെ ഏതാണ്ട് 10,000 പേര് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് ഒരു സഹായം ക്ലാരിറ്റി വന്നിട്ടില്ല എന്നാണ് നമ്മൾ ക്ലാരിറ്റി വരാത്തതല്ല. ഇന്നലെ മിനിസ്റ്റർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, സർക്കാരിന്റെ തീരുമാനം എന്ന് പറയുന്നത് ഒരു പോളിടെക്നിക്കിൽ ഏകീകൃതമായിട്ട് ഒരു സംവിധാനമുണ്ട്, അവിടെ നിന്നുള്ള ഭക്ഷണം എല്ലായിടത്തും എത്തുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. എത്തുന്നില്ല സാറേ, എത്തുന്നില്ല. അത് വളരെ മോശമായിട്ടാണ് സാറേ പറഞ്ഞത്. നമ്മളെ ഇതുവരെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള പരിപാടി ചെയ്യുന്നത്. ഞങ്ങൾ പേരെടുത്ത് പറയില്ല. എന്നാലും എന്നോട് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ്, ഞങ്ങൾ മന്ത്രിനോട് സംസാരിച്ചു, അത് കഴിഞ്ഞ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ്, നിങ്ങൾ കുറേ കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവിടെ വരിക, എന്നിട്ട് അവർക്ക് ചോറ് കൊടുക്കുക ഇവർക്ക് ചോറ് കൊടുക്കുക എന്ന് പറയാം.
എന്തിനാ സാറേ ഞങ്ങൾ ഈ നാട്ടിൽ പെറ്റുവളർന്ന കുട്ടികളല്ലേ? കാര്യത്തിൽ ഒന്ന് മിനിസ്റ്റർ സംസാരിക്കേണ്ടത്. കാരണം എന്താണ് അതിനകത്തൊരു സേവകർ കൊടുക്കുന്ന ഭക്ഷണവും സർക്കാരിന്റെ സംവിധാനത്തിലാക്കിയാൽ അല്ല ഇവരെ കൂടെ ഉൾക്കൊള്ളിച്ചാൽ പോരെ. അല്ല എനിക്കൊന്ന് ഇപ്പം ഭക്ഷണം കൊടുക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ അതായത് ഗവൺമെന്റിന് വേണ്ടി അപ്പൊ നിങ്ങളിപ്പോ കിച്ചണാണ് അപ്പൊ പോളിടെക്നിക് വെച്ചാണോ നിങ്ങൾ ഭക്ഷണം നമ്മൾ പോളിടെക്നിക് വെച്ചാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. അപ്പൊ നമുക്കിപ്പോൾ വൈറ്റ് ഗാർഡിന്റെ ആണെങ്കിലും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ആണെങ്കിൽ അവർ നിങ്ങളുടെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ സഹകരിക്കാൻ വന്നാൽ നിങ്ങൾക്ക് സഹകരിപ്പിക്കാൻ പറ്റുമല്ലോ? തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു നമുക്ക് അങ്ങനത്തെ ഓപ്ഷൻ മുന്നോട്ട് വെച്ചൂടെ? അപ്പൊ ഇവർക്ക് സഹകരിപ്പിക്കും. കാര്യം ഇവർക്ക് വോളണ്ടിയേഴ്സിന് ആവശ്യമുണ്ട് ഈ സാധനങ്ങൾ അറിയാനാണെങ്കിൽ അല്ലേ? അപ്പൊ വോളണ്ടിയേഴ്സ് ആയിട്ട് അവരും കൂടി അതിന്റെ കൂടിയേ മതിയല്ലോ, ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായ മതിയല്ലോ അല്ലേ? ഞങ്ങൾ അവരോട് ചോദിച്ച് ഇത് ഈ പള്ളിയിൽ നിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ചു ഞങ്ങൾ കുറച്ച് സാധനം നിങ്ങൾക്ക് എത്തിച്ചേരാന്ന് പറഞ്ഞേ നിങ്ങളതൊന്നും വേണ്ട. അവർ ചെമ്പ്, കസാര, ടേബിള് എല്ലാതും ഏകീകൃതമാക്കി മാറ്റിക്കൂടെ നജീമുദ്ദീനെ? അത് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇവർ പറ്റില്ല എന്ന് പറയുന്നത്. അല്ല അതിപ്പോ ഇവര് ഓക്കെയാണ് അല്ലെ? നിങ്ങൾ ഓക്കെയാണ്. അപ്പൊ നമുക്ക് ഗവൺമെന്റിനോട് സംസാരിക്കാം. അപ്പൊ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും നോക്കാം. പോലീസ്